മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ന്യൂയോർക്കിൽ ബസ് അപകടത്തിൽപ്പെട്ട 5 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ ഇന്ത്യക്കാരും. നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോയവർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നുണ്ട്. രഞ്ജിൽ, എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്? ഇന്ത്യക്കാരും എന്ന് പറയുന്നുണ്ട്. നിലവിൽ ബസ്സിൽ സഞ്ചരിച്ച മറ്റുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? കൂടുതൽ വിശദാംശങ്ങൾ. രേണുക, ഇന്ന് രാവിലെയാണ് ന്യൂയോർക്കിലെ പെംബ്രോക്കിൽ വെച്ച് ഇത്തരത്തിലെ ബസ് അപകടത്തിൽപ്പെട്ട് 5 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോയ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് പരിക്കുകളാണ് ഉണ്ടായിരിക്കുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വിനോദസഞ്ചാരികളിൽ 50 പേരായിരുന്നു ആ ബസ്സിലുണ്ടായിരുന്നത്. ആ 50 പേരിൽ ഇന്ത്യക്കാരും ഉൾപ്പെടുന്നു എന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യക്കാർക്കും നിലവിൽ ിട്ടുണ്ട്. ഇനി മരിച്ചവരിൽ ഇന്ത്യക്കാരുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വരണം. എന്തായാലും നിലവിൽ 5 പേരാണ് മരിച്ചിരിക്കുന്നത്. 50ഓളം പേർ ബസ്സിലുണ്ടായിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് ഗുരുതരമുള്ളതല്ല. പരിക്കേറ്റവരൊക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ന്യൂയോർക്കിലെ നിന്നും 40 മൈൽ അകലെയുള്ള പെംബ്രോക്ക് എന്ന പട്ടണത്തിനടുത്ത് വെച്ചാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ബസ് വിനോദസഞ്ചാരികൾ വെള്ളച്ചാട്ടം കാണാൻ പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ അപകടമുണ്ടായിരിക്കുന്നത്. ബസ് മതിലിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു. ആ ബസ് ഇടിയുടെ ആഘാതത്തിലാണ് 5 പേർ മരണമടഞ്ഞിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ, ചൈനീസ്, ഫിലിപ്പീൻ സ്വദേശികളായിരുന്നു ഈ ഒരു ബസ്സിലുണ്ടായിരുന്നത്. അതിൽ ഇന്ത്യക്കാർ മരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ മരിച്ചവരിൽ ഇന്ത്യക്കാരുണ്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും 50ഓളം പേർ ബസ്സിലുണ്ടായിരുന്നു എന്നതും 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. രേണുക. ശരി രഞ്ജിൽ, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലുള്ളവരാണ് ഈ യാത്രയിൽ പങ്കെടുത്തത് എന്നൊരു കാര്യത്തിൽ പറ്റി എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ പുറത്തുവിട്ടിട്ടില്ല. ചൈനീസ്, ഫിലിപ്പീൻസ്, അതുപോലെ തന്നെ ഇന്ത്യൻസ് എന്നീ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരായിരുന്നു ആ ഒരു ബസ്സിലുണ്ടായിരുന്നത് എന്ന ഒരു വിവരം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ മരിച്ചവരുടെ കൂട്ടത്തിൽ ഇന്ത്യക്കാരുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എന്നൊന്നും നമുക്കറിയാൻ സാധിച്ചിട്ടില്ല. എന്തായാലും വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ്സായിരുന്നു. ഈ ഒരു വീടിൻ്റെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ ഒരു വീടിൻ്റെ മതിൽ ഇടിച്ചു തകർത്താണ് ബസ് മറിഞ്ഞിരിക്കുന്നത്. ആ അപകടത്തിലാണ് 5 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. കൂടുതൽ വിശദീകരണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വിശദാംശങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറിൽ പുറത്തു വരുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. രേണുക. രഞ്ജിൽ, വ്യക്തമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഇന്ത്യക്കാരും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നൊരു കാര്യമാണ് ലഭിച്ചിരിക്കുന്നത്. ന്യൂയോർക്കിൽ ബസ് അപകടത്തിൽപ്പെട്ട 5 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ ഇന്ത്യക്കാരുമുണ്ട്. ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എന്നൊരു കാര്യത്തിൽ നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. വരും മണിക്കൂറിൽ ആ ഒരു കാര്യത്തിൽ കൂടെ വ്യക്തത വരും. നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോയവർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങൾ പങ്കുവച്ചത് രഞ്ജിൽ രാജാണ്.